18 മാസത്തിനിടെ 11 പേരെ കൊലപ്പെടുത്തിയ പഞ്ചാബുകാരനായ സീരിയൽ കില്ലർ അറസ്റ്റിൽ. ഹോഷിയാർപൂർ ജില്ലയിലെ ഗഡ്ശങ്കറിലെ ചൗര ഗ്രാമത്തിലെ സോദി എന്ന് വിളിക്കുന്ന 32-കാരനായ രാം സ്വരൂപിനെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ താൻ കൊലപ്പെടുത്തിയ ഇരകളുടെ മുതുകിൽ ധോഖേബാസ് അഥവാ വഞ്ചകൻ എന്ന വാക്ക് ചാപ്പ കുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് കിരാത്പൂർ സാഹിബ് പ്രദേശത്തെ മണാലി റോഡിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. സ്വരൂപിൻ്റെ സ്വവർഗരതി മൂലമുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് 2 വർഷം മുൻപ് ഇയാളെ വീട്ടുകാർ പുറത്താക്കുകയായിരുന്നു. ഇയാൾ വിവാഹിതനും 3 കുട്ടികളുടെ അച്ഛനാണെന്നും പോലീസ് പറഞ്ഞു. 11 പേരിൽ 5 പേരുടെ കൊലപാതകത്തിന് ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞു. ഇതിൽ 3 പേർ റോപാറിലും 2 പേർ ഫത്തേഗഡ് സാഹിബ്, ഹോഷിയാർപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. മറ്റ് കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ഇയാളുടെ ഇരകളെല്ലാവരും തന്നെ പുരുഷന്മാരാണ്. പലപ്പോഴും ഇയാൾ തൻ്റെ ഇരകൾക്ക് ബൈക്കിൽ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തു, ലൈംഗികമായി ആക്രമിച്ചുമാണ് കൊലപ്പെടുത്തിയത്. ആവശ്യപ്പെട്ട പണം നൽകാത്തവരെയും ഇയാൾ തൻ്റെ ഇരകളാക്കിയെന്നും പോലീസ് പറയുന്നുണ്ട്. മൊദ്ര ടോൾ പ്ലാസയിൽ ജോലി ചെയ്തിരുന്ന കിരാത്പൂർ സാഹിബ് സ്വദേശിയായ മനീന്ദർ സിംഗ്, ട്രാക്ടർ റിപ്പയറിംഗ് തൊഴിലാളിയും ബേഗംപുര സ്വദേശിയുമായ മുകുന്ദൻ സിംഗ് ബില്ല ഓഗസ്റ്റ് 18-ന് കൊലപ്പെടുത്തിയ സെനാലി എന്നിവരെ തിരിച്ചറിഞ്ഞു. സെനാലിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മണാലി റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു സ്വകാര്യ ഫാക്ടറിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന റോപാൽ സ്വദേശിയായ മുൻ സൈനികനെയും ഇയാൾ കൊലപ്പെടുത്തി. താൻ കൊലപ്പെടുത്തുന്ന ഇരകളുടെ മുതുകിൽ ഇയാൾ കൊലയ്ക്ക് ശേഷം ധോഖേബാസ് എന്ന് എഴുതിയിരുന്നതായി പോലീസ് പറഞ്ഞു. ഇയാൾ 2 രീതിയിലാണ് ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, തുണി ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കുകയും മറ്റൊന്ന് ഇഷ്ടിക പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലക്കടിച്ചുമാണെന്ന് പോലീസ് SP നവനീത് സിംഗും മഹൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമേ മറ്റ് കൊലപാതകങ്ങളുടെ ചുരുളഴിയൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.